Dear students, now we are moving to the next type of central tendency, that is mode. What is mode? It is a value in a series or a data which will be occurring at the most frequent times. നമുക്കൊരു ഡാറ്റ തരികയാണെന്നുവെച്ചെങ്കിൽ കിട്ടുകയാണെന്നുവെച്ചെങ്കിൽ അതിൽ ഒരു വേരിയബിൾ എത്ര ടൈംസ് അതിൽ ഫ്രീക്വൻസി എത്ര ടൈംസ് അതിൽ റിപ്പീറ്റ് ചെയ്തിട്ടുണ്ടെന്നുള്ളതാണ് നമ്മൾ ഫ്രീക്വൻസി പറയുക. അപ്പോൾ അതിൽ ഹയസ്റ്റ് ഫ്രീക്വൻസി അല്ലെങ്കിൽ ഹയസ്റ്റ് ടൈം ആ ഡാറ്റയിൽ ഏത് വേരിയബിളാണ് കാണുന്നത് അതിനാണ് നമ്മൾ മോഡ് എന്ന് ആ പർട്ടിക്കുലർ വേരിയബിളിനാണ് നമ്മൾ മോഡ് എന്ന് പറയുന്നത്. ഈ മോഡ് എന്ന് പറയുന്ന ഈ സെൻട്രൽ ടെൻഡൻസി പല രീതിയിൽ നമുക്ക് കാൽക്കുലേറ്റ് ചെയ്യാൻ പറ്റും. അൺഗ്രൂപ്പ്ഡ് ഡാറ്റയിലാണെങ്കിലും ഗ്രൂപ്പ്ഡ് ഡാറ്റയിലാണെങ്കിലും മോഡിന്റെ കാൽക്കുലേഷൻ എന്ന് പറയുന്നത് അതിന്റെ മെത്തേഡ് ഓഫ് കാൽക്കുലേഷൻ ഈസ് വെരി ഡിഫറെന്റ്. അപ്പോൾ ഇതെങ്ങനെയാണെന്ന് നോക്കാം. ഇൻ ദ കേസ് ഓഫ് അൺഗ്രൂപ്പ്ഡ് ഡാറ്റ ദ മോഡ് ക്യാൻ ബി ഡിറ്റർമൈൻഡ് by locating the value which occurs at the maximum number of times. ഇവിടെ നോക്കൂ, ഇതാണ് നമ്മുടെ ക്വസ്റ്റ്യൻ. Okay, this is our data and from this data we have to find out the model value. അപ്പം ആദ്യം എന്താ ചെയ്യേണ്ടത് വെച്ചാൽ നമുക്ക് ഇങ്ങനെ ഇൻഡിവിജ്വൽ ആയിട്ട് ഇങ്ങനെ ഒരു ഡാറ്റ തരണമെങ്കിൽ എപ്പോഴും നമ്മൾ ആദ്യം ചെയ്യേണ്ടത് എന്താണ്, തന്നിട്ടുള്ള ഡാറ്റനെ അസെൻഡിങ് ഓർഡറിലോ അല്ലെങ്കിൽ ഡിസെൻഡിങ് ഓർഡറിലോ റെപ്രസെന്റ് ചെയ്യണം. അപ്പോൾ ഫസ്റ്റ് നമ്മളൊരു ഒരു ടേബിളേഷൻ കോളം ഉണ്ടാക്കിയിട്ട് അതിൽ ഫസ്റ്റ് കോളത്തിൽ വാല്യൂ കൊടുക്കുക. വാല്യൂ നിങ്ങൾക്കറിയാം, ഇറ്റ് സ്റ്റാർട്ട് വിത്ത് ദ ലോവസ്റ്റ് നമ്പർ 1 ആൻഡ് ദ ഹയസ്റ്റ് നമ്പർ ഇസ് 7. സോ 1, 2, 3, 4, 5, 6, 7 എന്ന് പറഞ്ഞിട്ട് നമ്മളുടെ വേരിയബിളിനെ നമ്മൾ റെപ്രസെന്റ് ചെയ്തു. അതിനുശേഷം ഇപ്പം നിങ്ങൾക്ക് നോക്കിയാൽ തന്നെ അറിയാം, 1 എന്ന് പറയുന്ന ഈ ഒരു വേരിയബിള് ഹൗ മെനി ടൈംസ് ഇറ്റ് ഇസ് റിപ്പീറ്റിംഗ്, 1, 2, 3 ടൈംസ് ഇവിടെ റിപ്പീറ്റ് ചെയ്യുന്നുണ്ട്. സോ ദ ഫ്രീക്വൻസി ഇസ് 3. What about 2? 2 is counting 2 is generally repeating at 8 times and 3 is 14, 4 is 13. അങ്ങനെ ഓരോ വേരിയബിളും അത് എത്ര മാത്രം നമ്മുടെ ഡാറ്റയിൽ റിപ്പീറ്റ് ചെയ്യുന്നതാണ് ഈ ടേബിളിൽ നമ്മൾ റെപ്രസെന്റ് ചെയ്യുന്നത്. അപ്പോൾ ഇതിൽ നോക്കിയാൽ തന്നെ നമുക്കറിയാം ഇതിൽ ഏറ്റവും കൂടുതൽ ഫ്രീക്വൻസി ഉള്ളത് 14 ആണ് അല്ലെ. 14 ടൈംസ് റിപ്പീറ്റ് ചെയ്തിട്ടുള്ള ഏതോ വേരിയബിൾ അതിലുണ്ട്. അപ്പോൾ അതിന്റെ കറസ്പോണ്ടിങ് ആയിട്ടുള്ള വേരിയബിൾ അതാ 3. നമുക്ക് ഈ ഡാറ്റയിൽ നിന്ന് പറയാൻ കഴിയുന്നത് ഇത്തരത്തിലുള്ള ഒരു അൺഗ്രൂപ്പ്ഡ് ഡാറ്റയിൽ മോഡൽ വാല്യൂ എന്ന് പറയുന്നത് 3 ആണ്. ബിക്കോസ് 3 is repeating 40 times than the other variables. So mode is 3. Then in the case of grouped data, ഗ്രൂപ്പ്ഡ് ഡാറ്റേനെ നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു, അത് 2 ടൈപ്പ് ഉണ്ട്. ഡിസ്ക്രീറ്റ് സീരീസ് ഉണ്ട്, കണ്ടിന്യൂസ് സീരീസ് ഉണ്ട്. ഡിസ്ക്രീറ്റ് സീരീസ് എന്ന് പറയുകയാണെങ്കിൽ എന്താണ്, നമുക്ക് സൈസും അതുപോലെ ഈ പറയുന്ന ഫ്രീക്വൻസിയും തരും. എന്നിട്ട് നമ്മൾ അതിൽ നിന്ന് മോഡ് കാൽക്കുലേറ്റ് ചെയ്യണം. കണ്ടിന്യൂസ് സീരീസ് എന്ന് പറഞ്ഞെങ്കിൽ നമ്മുടെ സൈസ് എന്ന് പറയുന്നത് എന്താണ്, അല്ലെങ്കിൽ ക്ലാസ് ഇൻ്റർവെൽസ് ആയിട്ടായിരിക്കും നമ്മുടെ സൈസ് തരിക. അതിൽ നിന്ന് നമ്മൾ മോഡ് കാൽക്കുലേറ്റ് ചെയ്യണം. അപ്പം ഈ ഗ്രൂപ്പ് ഡാറ്റയിലെ ഡിസ്ക്രീറ്റ് സീരീസിലാണെങ്കിലും കണ്ടിന്യൂസ് സീരീസിലാണെങ്കിലും ദ മെത്തേഡ് ഓഫ് കാൽക്കുലേഷൻ ഇസ് ഡിഫറെൻറ്റ്. അപ്പം ഒരു ഗ്രൂപ്പ് ഡാറ്റയാണെന്ന് വെച്ചെങ്കിൽ ഡിസ്ക്രീറ്റ് സീരീസ് ആണെന്നുവെച്ചെങ്കിൽ നമ്മൾ മോഡ് കാൽക്കുലേറ്റ് ചെയ്യുകയാണെന്ന് വെച്ചെങ്കിൽ അതിന് 2 രീതിയിൽ നമ്മൾ ചെയ്യണം. ആദ്യം നമ്മൾ തന്നിട്ടുള്ള ഡാറ്റേനെ ഒരു ഗ്രൂപ്പിംഗ് ടേബിൾ ആക്കിയിട്ട് മാറ്റണം. ഫസ്റ്റ് സ്റ്റെപ്പ് എന്ന് പറഞ്ഞതാണ്. അതിനുശേഷം ഈ ഗ്രൂപ്പിംഗ് ടേബിളിനെ നമ്മൾ അനലൈസ് ചെയ്തിട്ട് ഒരു അനാലിസിസ് ടേബിൾ രണ്ടാമത് കൺസ്ട്രക്ട് ചെയ്യണം. അപ്പോൾ ഈ അനാലിസിസ് ടേബിൾ കൺസ്ട്രക്ട് ചെയ്യുന്നത് ഗ്രൂപ്പിംഗ് ടേബിളിൽ നമ്മൾ കിട്ടിയിട്ടുള്ള വാല്യൂസിനനുസരിച്ചിട്ടാണ്. ഓക്കെ, അപ്പോൾ അത് വെച്ചിട്ട് നമ്മൾ അനാലിസിസ് ചെയ്യുമ്പോൾ ആ അനാലിസിസ് ടേബിളിൽ നിന്നാണ് നമുക്ക് എന്ത് കിട്ടുന്നത്, മോഡ് എത്രയാണെന്നുള്ളത് മനസ്സിലാവുന്നത്. ഒരു എക്സാമ്പിൾ വെച്ച് പറയാം. കാൽക്കുലേറ്റ് ദ മോഡ് ഓഫ് ദ ഫോളോവിങ് ഫ്രീക്വൻസി ഡിസ്ട്രിബ്യൂഷൻ. ദ സൈസ് തന്നിട്ടുണ്ട്, ഫ്രീക്വൻസി തന്നിട്ടുണ്ട്. നമുക്ക് ഇതിന്ന് എങ്ങനെയാണ് ഇങ്ങനത്തെ ഒരു ക്വസ്റ്റ്യൻ കാണണമെങ്കിൽ മനസ്സിലാക്കണം, ഇതൊരു ഡിസ്ക്രീറ്റ് സീരീസ് ആണ്, ഇതൊരു ഗ്രൂപ്പ്ഡ് ഡാറ്റയാണ്. ഇതിൽ നിന്ന് എങ്ങനെയാണ് നമ്മൾ മോഡ് കാൽക്കുലേറ്റ് ചെയ്യാൻ നോക്കാം. അപ്പം ആദ്യം പറഞ്ഞിരുന്നു, ഒരു ഗ്രൂപ്പ്ഡ് ഡാറ്റ ആണെന്നുവെച്ചെങ്കിൽ ഡിസ്ക്രീറ്റ് സീരീസ് ആണ്. നമ്മൾ ഡിസ്ക്രീറ്റ് സീരീസ് വെച്ചിട്ടാണ് നമ്മൾ മോഡ് കാൽക്കുലേറ്റ് ചെയ്യുന്നതെങ്കിൽ അതിന് നമ്മൾ എന്ത് ചെയ്യണം, ആദ്യം ഒരു ഗ്രൂപ്പിംഗ് ടേബിൾ കൺസ്ട്രക്ട് ചെയ്യണം. അതിനുശേഷം ഗ്രൂപ്പിംഗ് ടേബിളിന്റെ ബേസിൽ നമ്മളൊരു അനാലിസിസ് ടേബിളും കൺസ്ട്രക്ട് ചെയ്യണം. അപ്പോൾ ഫസ്റ്റ് എന്ന് പറയുന്നത് ഗ്രൂപ്പിംഗ് ടേബിൾ. ഗ്രൂപ്പിംഗ് ടേബിൾ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ 6 കോളംസ് ഉള്ള ഒരു ടേബിളാണ് ഗ്രൂപ്പിംഗ് ടേബിൾ എന്നുള്ളത്. അപ്പം ഇത് ഓരോ കോളത്തിലും എന്താണ് വരുന്നത് എന്നുള്ളതാണ് പറയുന്നത്. ഇപ്പോൾ ഫൈനലൈസ് ചെയ്തിട്ടുള്ള ഒരു ഗ്രൂപ്പിംഗ് ടേബിളാണ്, നമുക്ക് തന്നിട്ടുള്ള ഡാറ്റയുടെ ഫൈനലൈസ് ചെയ്തിട്ടുള്ള ഒരു ഗ്രൂപ്പിംഗ് ടേബിളാണ് ഈ തന്നിട്ടുള്ളത്. ഇതിൽ നിങ്ങൾക്ക് കാണാൻ കഴിയും ഫസ്റ്റ്, സെക്കൻഡ്, തേർഡ്, ഫോർത്ത്, ഫിഫ്ത്ത് ആൻഡ് സിക്സ്ത് 6 കോളംസും പിന്നെ നമുക്ക് തന്നിട്ടുള്ള സൈസും ഫ്രീക്വൻസിയും വെച്ചിട്ടുള്ള ഇങ്ങനത്തെ ഒരു ടേബിളാണ് നമ്മൾ ആദ്യം കൺസ്ട്രക്ട് ചെയ്യേണ്ടത്.
അപ്പോൾ അതെങ്ങനെയാണ് കൺസ്ട്രക്ട് ചെയ്ത് നോക്കാം. ഫസ്റ്റ് എന്ന് പറഞ്ഞെങ്കിൽ നമ്മളെ ക്വസ്റ്റ്യനിൽ തന്നിട്ടുള്ള സൈസ് ഫസ്റ്റ് കോളത്തിൽ ഫിൽ ചെയ്യുക. ദെൻ ഇത് ഫ്രീക്വൻസി, കറസ്പോണ്ടിങ് ഫ്രീക്വൻസി, നമ്മുടെ ക്വസ്റ്റ്യനിൽ തന്നിട്ടുള്ള ഫ്രീക്വൻസി. അപ്പം ഈ ഫ്രീക്വൻസി എന്ന് പറഞ്ഞെങ്കിൽ ഈ ഫ്രീക്വൻസി നമ്മൾ ആദ്യം ഒരു കോളത്തിൽ റെപ്രസെൻറ്റ് ചെയ്യുക. സോ ദിസ് ഇസ് ദ ഫസ്റ്റ് കോളം. 6 കോളത്തിൽ ആദ്യത്തെ കോളം എന്ന് പറഞ്ഞത് നമ്മുടെ ഒറിജിനൽ ഫ്രീക്വൻസീസ് ആണ്. ഒറിജിനൽ ഫ്രീക്വൻസീസ് നമ്മളിങ്ങനെ റെപ്രസെൻറ്റ് ചെയ്യാം. രണ്ടാമത്തെ കോളത്തിൽ എന്താ ചെയ്യുന്നത് വെച്ചെങ്കിൽ ഈ ഫസ്റ്റ് കോളത്തിൽ തന്നിട്ടുള്ള ഒറിജിനൽ ഫ്രീക്വൻസീസിനെ നമ്മൾ ആഡ് ചെയ്യണം. അതായത് ഞാനിവിടെ ഒരു ഫോർമുല ഇട്ടുണ്ട് 1 + 2. അതായത് ഈ ഫ്രീക്വൻസിയിലെ ഫസ്റ്റ് ഫ്രീക്വൻസി വന്നത് 2 ആണ്, സെക്കൻഡ് ഫ്രീക്വൻസി 5, തേർഡ് ഫ്രീക്വൻസി 8, ഫോർത്ത് 9, ഫിഫ്ത്ത് 12, 14, 15 അങ്ങനെ. അപ്പം രണ്ടാമത്തെ കോളത്തിൽ നമ്മുടെ ഒറിജിനൽ ഫ്രീക്വൻസി, രണ്ടാമത്തെ കോളത്തിൽ നമ്മൾ ഈ ഫ്രീക്വൻസികൾ നമ്മൾ ആഡ് ചെയ്യണം. ദാറ്റ് ഇസ് 2 + 5 = 7. രണ്ടാമത്തത് 8 + 9 that is equals 17. Then 12 + 14 that is equals 26. Then 14 + 15 that is equal to 29. Then 11 + 13 that is equal to 24. So second frequency എങ്ങനെയാണ് കാൽക്കുലേറ്റ് ചെയ്യുകയെന്നുണ്ടെങ്കിൽ ഈ ഫസ്റ്റ് 2 ഫ്രീക്വൻസിയെ തമ്മിൽ ആഡ് ചെയ്യാം. മനസ്സിലായില്ലേ? ദെൻ മൂന്നാമത്തെ കോൾ എങ്ങനെയാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ആദ്യത്തെ ഫ്രീക്വൻസിനെ ഒഴിവാക്കിയിട്ട് രണ്ടാമത്തെ ഫ്രീക്വൻസിയും മൂന്നാമത്തെ ഫ്രീക്വൻസിയും തമ്മിൽ ആഡ് ചെയ്യാം. ദാറ്റ് ഇസ് 8 + 5 that equals 13. Then 9 + 12 21. Then അത് കഴിഞ്ഞെന്ന് വെച്ചെങ്കിൽ 14 + 14 28. Then 15 + 11 that is 26. ലാസ്റ്റ് ഫ്രീക്വൻസി ഒഴിവാക്കുക. ദാറ്റ് ഇസ് 2 + 3. അതിനുള്ള ഇക്വേഷനാണ് 2 + 3. അങ്ങനെ ആകുമ്പോൾ നമുക്ക് എന്ത് കിട്ടും? ഫസ്റ്റ് ഫ്രീക്വൻസി ഒഴിവാക്കിയിട്ട് ഇങ്ങനെ ആഡ് ചെയ്ത് വരുമ്പോൾ നമുക്ക് തേർഡ് കോളം കിട്ടും. ഓക്കെ. ദെൻ ഫോർത്ത് കോളത്തിൽ യു ഹാവ് ടു ആഡ് ഫസ്റ്റ്, സെക്കൻഡ് ആൻഡ് തേർഡ് ഫ്രീക്വൻസി. ദാറ്റ് ഇസ് 1 + 2 + 3. ദാറ്റ് ഇസ് എവിടെയാണ്? 2 + 5 + 8. സോ യു വിൽ ഗെറ്റ് 15. ഇവിടെ ആകുമ്പോൾ 9 + 12 + 14 you will get 35. Here 14 + 15 + then 11 you will get 40. ലാസ്റ്റ് ഫ്രീക്വൻസി ഒഴിവാക്കാം. സോ ഇങ്ങനെയാണ് നമുക്ക് ഫോർത്ത് കോളം കിട്ടുന്നത്. ദെൻ ഫിഫ്ത്ത് കോളം എങ്ങനെയാണ്? 2 + 3 + 4. 2 എന്ന് പറഞ്ഞെങ്കിൽ ഫസ്റ്റ് ഫ്രീക്വൻസി ഒഴിവാക്കി 5 + 8 + 9 you will get 22. Okay. Then 12 + 14 + 14 you will get 40. Then 15 + 11 + 13 will get 39. ഇവിടെ നമ്മൾ ലാസ്റ്റത്തെ നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട്? ഈ ഫ്രീക്വൻസി ആഡ് ചെയ്യുന്നുണ്ട്. സോ യു വിൽ ഗെറ്റ് 39. ദെൻ സിക്സ്ത് കോളം ആണ് ലാസ്റ്റ് കോളം. അതെങ്ങനെയാണ് വെച്ചാൽ 3 + 4 + 5. മൂന്നാമത്തെ ഫ്രീക്വൻസി അതാണ് 8 + 9 + 12. തേർഡ്, ഫോർത്ത്, ഫിഫ്ത്ത് you will get 29. Then 14, 15 you will get 43. So in this manner you have to complete the 6th column. ഇങ്ങനെയാണ് നമ്മൾ തന്നിട്ടുള്ള ഡാറ്റ വെച്ചിട്ട് എന്ത് ചെയ്യേണ്ടത്? നമ്മളുടെ ഗ്രൂപ്പിംഗ് ടേബിൾ കംപ്ലീറ്റ് ചെയ്തിട്ട് ഇനി ഈ ഗ്രൂപ്പിംഗ് ടേബിളിൽ നമ്മൾ എന്ത് ചെയ്യണം? ഒരു അനാലിസിസ് ടേബിൾ ആക്കിയിട്ട് മാറ്റണം. അപ്പോൾ ഈ അനാലിസിസ് ടേബിൾ എങ്ങനെയാണ് മാറ്റം വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് തന്നിട്ടുള്ള ക്വസ്റ്റ്യന് തന്നിട്ടുള്ള സൈസ് ഉണ്ടല്ലോ 4, 5, 6, 7, 8 എന്നുണ്ട്. ഈ സൈസിന്റെ വേരിയബിൾസ് ഇവിടെ കൊടുക്കുക. കോളംസ് ലെഫ്റ്റ് സൈഡിൽ, റൈറ്റ് സൈഡിൽ സൈസ് കൊടുക്കുക. ലെഫ്റ്റ് സൈഡിൽ ഈ കോളംസ് ഏതൊക്കെയാണ്? 1, 2, 3, 4, 5, 6 6 കോളംസ് നമ്മൾ ഗ്രൂപ്പിംഗ് ടേബിൾ ഉണ്ടാക്കിയില്ലേ, അത് ഇവിടെ കൊടുക്കുക. എന്നിട്ട് ഈ ഒരു ടേബിൾ നമ്മൾ ഫില്ല് ചെയ്യുക. ഇതെങ്ങനെ ചെയ്യാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ ആദ്യം നമ്മളുടെ ഗ്രൂപ്പിംഗ് ടേബിൾ എടുക്കുക. ഈ ഗ്രൂപ്പിംഗ് ടേബിൾ എടുത്തിട്ടുണ്ടെങ്കിൽ ഗ്രൂപ്പിംഗ് ടേബിളിലെ ഫസ്റ്റ് കോളമാണ് ആദ്യം കൺസിഡർ ചെയ്യേണ്ടത്. ഈ ഫസ്റ്റ് കോളത്തിൽ നമ്മൾ നോക്കുക, അതിലത്തെ മാക്സിമം ഫ്രീക്വൻസി എത്രയാണ്? 15 ആണ് അല്ലേ? ഈ 15 ഫ്രീക്വൻസിക്ക് അനുസൃതമായിട്ടുള്ള സൈസ് എത്രയാണ്? വേരിയബിൾ എത്രയാണ്? 11 അല്ലേ? ആ 11 എന്ന് പറയുന്നത് ഫസ്റ്റ് കോളത്തിൽ കൊടുക്കുക. മനസ്സിലായി? ദെൻ രണ്ടാമത്തെ കോളം എടുക്കുക. രണ്ടാമത്തെ കോളം തരുന്നു. ദിസ് ഇസ് ദ സെക്കൻഡ് കോളം. ഇതിൽ മാക്സിമം ഫ്രീക്വൻസി എത്രയാണ്? 29. 29 വരുന്നത് ഏത് ഇന്റർവെല്ലിലാണ്? 10ലും 11ലും. സോ യു ഹാവ് ടു റൈറ്റ് 10, 11. Then third one. This is the third one. The maximum is 28. 28 is coming under 9,
10. Okay, so you have to write 9, 10. Then fourth വരുന്നത് ഇതാണ് ഫോർത്ത്. മാക്സിമം എത്രയാണ്? 40. 40 വരുന്നത് 10, 11, 12 അല്ലേ? സോ യു ഹാവ് ടു റൈറ്റ്, ഇവിടെ മാർക്ക് ചെയ്യണം 10, 11, 12. Then next fifth എടുത്ത് നോക്കൂ. ഫിഫ്തില് മാക്സിമം എത്ര വരുന്നു? 40. It is coming under 8, 9, 10 അല്ലേ? 8, 9, 10. So you have to write 8, 9, 10. Then last column, that is sixth. സിക്സ്തിൽ വരുന്നത് 29ഉം 43ഉം 43 വരുന്നത് ഈ റേഞ്ചിൽ അല്ലേ? സോ അതിൻ്റെ കറക്റ്റ് അനാലിസിസ് ടേബിളിൽ മാർക്ക് ചെയ്യുന്ന സമയത്ത് യു വിൽ ഗെറ്റ് 9, 10, 11. ഇങ്ങനെ കിട്ടിക്കഴിഞ്ഞ ശേഷം നമ്മൾ ഓരോ കോളത്തിലും വന്നിട്ടുള്ള ഈ ടാലി മാർക്സിൻ്റെ ടോട്ടൽ താഴെ കൊടുക്കണം. അപ്പോൾ ഫസ്റ്റ് വരുന്നത് 8ൽ വരുന്നത് എത്രയാണ്? 1 ഉള്ളൂ. 9ൽ വരുന്നത് 3. 10ൽ വരുന്നത് എത്രയുണ്ട്? 5 ഉണ്ടല്ലേ? 5 വരുന്നുണ്ട്. 11ൽ ബേസിൽ നോക്കുകയാണെന്നുവെച്ചെങ്കിൽ 4 times ആണ് വരുന്നത്. 12 വരുന്ന ഒറ്റ പ്രാവശ്യം അല്ലേ? only one time. So we can, from this analysis table, it is clear that the 10 is generally repeating at the how much time? 5 times. So we can say that the 10 is the model value of this data. 5 പ്രാവശ്യം 10 എന്ന് പറയുന്ന വേരിയബിൾ റിപ്പീറ്റ് ചെയ്യുന്നുണ്ട്. നമുക്ക് പറയാം ഇതിലത്തെ മോഡൽ വാല്യൂ എന്ന് പറയുന്നത്, ഈ ഡിസ്ക്രീറ്റ് സീരീസിലെ മോഡൽ വാല്യൂ എന്ന് പറയുന്നത് 10 ആണ്. ഓക്കെ.